കൊയിലാണ്ടി തോരായി കടവിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു. കോൺക്രീറ്റ് ചെയ്യുന്നതിനിടയിൽ ബീം ചെരിഞ്ഞ് വീഴുകയായിരുന്നു. കൊയിലാണ്ടിയെയും ബാലുശ്ശേരിയെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്നാണ് ആക്ഷേപം. പാലം തകർന്നതിൽ പൊതുമരാമത്ത് മന്ത്രി റിപ്പോർട്ട് തേടി. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത്? അളഭായമൊന്നുമില്ല എന്നാണ് കരുതുന്നത്. നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണോ അപകടത്തിലേക്ക് നയിച്ചത്? അമൃത, ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഈ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിൻ്റെ ഈ കോൺക്രീറ്റ് നടക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ സപ്പോർട്ടിനായി വെച്ചിരിക്കുന്ന സ്ക്രൂ ഇളകി വീണതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പാലം എന്ന് പറയുന്നത് അത്തോളി അതുപോലെ ചേമഞ്ചേരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. നേരത്തെ അതായത് പാലം നിർമ്മാണത്തിലിരിക്കുന്ന സമയത്തും കടത്തുതോണിയിലാണ് നാട്ടുകാർ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ യാത്ര ചെയ്യുന്നത്. അതിനൊരു പരിഹാരം എന്ന നിലക്കാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. ഈ 2023 ജൂലൈ 30-നാണ് ഈ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത്. 18 മാസമാണ് ആകെ നിർമ്മാണത്തിനായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. കരാർ ലഭിച്ചിരിക്കുന്നത് PMR എന്ന് പറയുന്ന മഞ്ചേരി ആസ്ഥാനമായിട്ടുള്ളൊരു കമ്പനിക്കാണ്. ആ കമ്പനിയുടെ മേൽനോട്ടത്തിൽ ഈ നിർമ്മാണം നടക്കുന്നതിനിടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. അതായത് ഈ പുഴയ്ക്ക് ഒത്ത മധ്യയാണ് ഈ ബീം ഇടിഞ്ഞു വീണിട്ടുള്ളത്. ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഈ ജോലിക്കാരൊന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടിയാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഈ കൊയിലാണ്ടി ബാലുശ്ശേരി മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഏറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇങ്ങനെയൊരു പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത്. നാട്ടുകാർക്കൊക്കെ തന്നെ വലിയൊരു ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ അവർക്ക് ഈ പരസ്പരം അങ്ങോട്ടും ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് തന്നെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടിരുന്നത്. കടത്ത് തോണിയിലൊക്കെ തന്നെയാണ് നേരത്തെ യാത്ര ചെയ്തിരുന്നത്. അതിനൊരു പരിഹാരം എന്ന നിലക്കുണ്ടായ ഒരു പാലം നിർമ്മാണത്തിലിരിക്കെയാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ നിലവിൽ കാണുന്ന ഈ പാലത്തിൻ്റെ ഒത്ത നടുക്കായിട്ടാണ്, അതായത് മധ്യയാണ് ഈ അപകടം. അതായത് ഈ നിർമ്മാണത്തിലിരിക്കുന്ന ഈ കോൺക്രീറ്റ് ബീമിൻ്റെ സപ്പോർട്ട് ഇളകി വീണ്, അതിൻ്റെ സ്ക്രൂ ഇളകി വീണ് അങ്ങനെ ആ ഭാഗം തകർന്നു വീണതാണ്. അങ്ങനെയാണ് ഇപ്പോൾ അപകടം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. KRFBയുടെ കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ PMU യൂണിറ്റിനാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണ മേൽനോട്ടം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ PMU യൂണിറ്റിനോടാണ് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ തന്നെ PMU യൂണിറ്റ് റിപ്പോർട്ട് നൽകാനും അതിനെ തുടർന്നായിരിക്കും നടപടി ഉണ്ടാകാനും സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. അമൃത.